ഇതാണ് നമ്മളുടെ ഡബിൾ ഡെക്കർ ട്രെയിൻ. ഇത് അഹമ്മദാബാദ് ഡബിൾ ഡെക്കർ ട്രെയിനാണ്. ഇതാണ് അപ്പർ ആൻഡ് ലോവർ. ഇത് മുംബൈ സെൻട്രൽ സ്റ്റേഷൻ. പിന്നെ നമുക്ക് ട്രെയിനിനകത്തെ കാഴ്ചകൾ കാണാം. ഇതാണ് നമ്മുടെ സീറ്റ്. അമ്മയുണ്ട്. ഇത് ലോവർ ഏരിയ. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മീൽസ് ആൻഡ് വീൽസ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ വഡോദര പോയിക്കൊണ്ടിരിക്കുകയാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി കാണാൻ. എൻ്റെ ഇവിടെ അമ്മയുണ്ട്. ഇവൻ എൻ്റെ അനിയൻ്റെ മോനാണ്. അവൻ ചെറിയൊരു യൂട്യൂബറാണ്. ഏതൊരു ചാനൽ? ഋഷി ഫൺ ടൈം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം മറക്കാതെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡബിൾ ഡെക്കർ ട്രെയിൻ. നമുക്കിനി അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. നാളെയാണ് ഞാൻ SOU പോകുന്നത്. അപ്പോൾ ബാക്കി വീഡിയോ അവിടെ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഇപ്പോൾ മണി 7:30. നമ്മൾ വഡോദര സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞു. ഇനി ഇവിടെ നിന്ന് നമുക്കൊരു 300 മീറ്റർ ദൂരത്താണ് നമ്മുടെ ഹോട്ടൽ. സോ പുറത്തിറങ്ങിയിട്ട് ഒരു റിക്ഷ പിടിക്കണം. റിക്ഷ പിടിച്ച് മിനിമം ചാർജേ ഉള്ളൂ, എന്തോ 50 രൂപ എന്തോ ഉള്ളൂ മിനിമം ചാർജ് എന്നാൽ ഹോട്ടലിൽ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത്. എനിക്ക് പുറത്ത് ഇറങ്ങിയിട്ട് റിക്ഷ പിടിച്ചിട്ട് ഇനി നമുക്ക് ഹോട്ടലിൽ പോകാം. നാളെ രാവിലെയാണ് ഞാൻ SOU കാണാൻ പോകുന്നത്. ഇന്ന് നമ്മളിപ്പോൾ സ്റ്റാച്യു ഓഫ് യൂണിറ്റി കാണാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോൾ ഞാൻ റൂമിലാണുള്ളത്. വണ്ടി പറഞ്ഞിട്ടുണ്ട്, വെയിറ്റിങ്ങിലാണ്. വണ്ടി വന്നുകൊണ്ട് ഞങ്ങൾ ഇറങ്ങും. അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. അപ്പോൾ ഞാൻ ഓൺലൈനിലാണ് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിരിക്കുന്നത്. SOUൻ്റെ ആപ്പ് ഉണ്ട്, അത് ഗൂഗിൾ പ്ലേ സ്റ്റോറിലുണ്ട്. ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ ബുക്ക് ചെയ്യാം. വഡോദര ആണ് ഞാൻ റൂം എടുത്തിരിക്കുന്നത്. അവിടെ നിന്ന് ഞങ്ങൾക്കൊരു 1.5 hour ട്രാവൽ ഉണ്ട്. അതിന് ഞാൻ ഒരു ടാക്സി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിലാണ് പോകുന്നത്. 8 to 10 സ്ലോട്ടാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ട് കാണാം. അപ്പോൾ നമ്മൾ കേവാഡിയ എത്തിക്കഴിഞ്ഞു. വെൽക്കം ടു വേൾഡ്സ് ടോളസ്റ്റ് സ്റ്റാച്യു അതിൻ്റെ ബോർഡും കണ്ടു കഴിഞ്ഞു. ഇതാണ് കേവാഡിയ സ്റ്റേഷൻ, അഥവാ ഏക്താ നഗർ സ്റ്റേഷൻ എന്നാണ് ഇതിൻ്റെ പേര്. ഇതാണ് സ്റ്റാച്യുവിൻ്റെ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള സ്റ്റേഷൻ. ഇവിടത്തേക്കും ടിക്കറ്റ് ബുക്ക് ചെയ്ത് വരാവുന്നതാണ്. ഗുജറാത്തിൽ നിന്നും എവിടെ വേണമെങ്കിലും ഇവിടത്തേക്ക് ടിക്കറ്റ് ചെയ്ത് ബുക്ക് ചെയ്ത് വരാവുന്നതാണ്. ഞാൻ കറക്റ്റ് 1 വർഷം മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊന്നും ഡെവലപ്ഡ് ആയിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഒരുപാട് ഇവിടെ ചേഞ്ചസ് ആയി, ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് വന്നു കഴിഞ്ഞു. നമ്മുടെ മെഗ്ഡി അതുപോലെ വലിയ വലിയ ഹോട്ടൽസൊക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നല്ല ചേഞ്ചസ് വന്നിട്ടുണ്ട് ഇവിടെ. നമ്മൾ ഓൺലൈനിൽ ടിക്കറ്റ് എടുത്തുകൊണ്ട് ഈസി ആയിട്ട് തന്നെ നമുക്ക് ബസ്സിൽ കയറാൻ ഉള്ള ചാൻസ് കിട്ടി. നല്ല ക്യൂ ഉണ്ടായിരുന്നു. ഓൺലൈനിൽ ടിക്കറ്റ് എടുത്തിട്ട് വരുന്നതായിരിക്കും ഏറ്റവും ഈസി വേ. കഴിവതും അത് തന്നെ എല്ലാവരും ട്രൈ ചെയ്യുക. അല്ലെങ്കിൽ നല്ല ക്യൂ ഉണ്ടാവും ടിക്കറ്റ് എടുക്കാൻ വേണ്ടി. പിന്നെ എവറി 5 മിനിറ്റ്സ് അല്ല, കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് സ്റ്റാച്യൂയിലോട്ട് പോകാനുള്ള ബസ്സസ് ഉണ്ട് എൻട്രൻസിൽ നിന്ന്. അതാണ് ഈ കാണുന്നത്. ഇതിലാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ ദൂരെ നമുക്ക് സ്റ്റാച്യു കാണാം. ഇവിടെ നിന്ന് ബാക്ക് സൈഡാണ് കാണുന്നത്. ഈ ഒരു പോയിന്റിൽ മാത്രമേ സ്റ്റാച്യു കാണുകയുള്ളൂ. പിന്നെ സ്റ്റാച്യു കാണാൻ അതിൻ്റെ അടുത്ത് തന്നെ പോയി കാണണം. ഇവിടെ ഒരു ദിവസം കൊണ്ടൊന്നും നമുക്ക് കണ്ടു തീർക്കാൻ പറ്റില്ല. ഒരു 2 ദിവസത്തിൻ്റെ ട്രിപ്പ് പ്ലാൻ ചെയ്ത് വരിക. കാരണം സ്റ്റാച്യു കാണാൻ മാത്രം ഒരു 1/2 ദിവസം പോകും. പിന്നെ ഒരു ജംഗിൾ സഫാരി ഉണ്ട്, ഒരു പെറ്റ് സോൺ ഉണ്ട്, ഒരു ബട്ടർഫ്ലൈ ഗാർഡൻ ഉണ്ട്, വാലി ഓഫ് ഫ്ലവേഴ്സ് ഉണ്ട്, പിന്നെ ഒരു കാക്ടസ് ഗാർഡൻ ഉണ്ട്. അങ്ങനെ ഒരുപാടുണ്ട്. സോ അതിനനുസരിച്ച് പ്ലാൻ ചെയ്യുക. ഇത് നമ്മുടെ ബസ് സ്റ്റോപ്പിൽ നിന്നുള്ള സ്റ്റാച്യുവിൻ്റെ വ്യൂ ആണ്. ഇവിടുന്ന് കുറച്ച് ദൂരം നടന്നിട്ട് വേണം സ്റ്റാച്യുവിൻ്റെ അടുത്തെത്താൻ. അതിൻ്റെ കീഴ്ഭാഗത്തായിട്ട് ഒരു മ്യൂസിയവും പിന്നെ മുകളിൽ നമുക്ക് ലിഫ്റ്റിൽ ചെന്നിട്ട് വേണം. ഹൃദയഭാഗത്തായിട്ടാണ് വ്യൂവിങ് ഗാലറി. അത് ഡയറക്റ്റ് നമുക്ക് കാണുന്നത് സർദാർ സരോവർ ഡാമാണ്. നല്ല സൂപ്പറായിട്ടുള്ള നല്ല പ്ലാനിങ്ങോടുകൂടിയുള്ള കൺസ്ട്രക്ഷനാണ് ചെയ്തിരിക്കുന്നത്. വളരെ ഭംഗിയുണ്ട് സ്റ്റാച്യു. അപ്പോൾ നമ്മുടെ ബാക്ക് ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ സ്റ്റാച്യുവിൻ്റെ അടുത്തോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്ക് ചെക്കിങ്ങിൽ അവർ മെയിനായിട്ട് നോക്കുന്നത് ഈറ്റബിൾസ് ആയിട്ടുള്ള എന്തെങ്കിലും ഐറ്റം ഉണ്ടോയെന്ന്, പിന്നെ എന്തെങ്കിലും കത്തിയോ കത്രികയോ അതുപോലത്തെ എന്തെങ്കിലും ഐറ്റം ഉണ്ടോയെന്നാണ്. അതൊന്നും ബാഗിൽ ക്യാരി ചെയ്യാതെ ഇരിക്കുക. മൊബൈൽ ഫോൺ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്, ക്യാമറ യൂസ് ചെയ്യുന്നതാണ്, അതിലൊന്നും ഒരു പ്രോബ്ലവുമില്ല. ബാക്കിയുള്ള ഐറ്റംസൊക്കെ ക്യാരി ചെയ്യാതിരിക്കുക. വാട്ടർ ബോട്ടിൽ കയ്യിൽ കരുതാം. വെള്ളം തീരുന്തോറും നമുക്ക് അവിടെ കിട്ടുകയും ചെയ്യും. ഫ്രീ ആയിട്ടുള്ള വെള്ളം കിട്ടും.
അത് നമുക്ക് റീഫിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളങ്ങനെ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ കീഴ്ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇതാണ് താഴെ മ്യൂസിയമാണ്, സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ മ്യൂസിയം. ഇനി നമുക്ക് ലിഫ്റ്റിൽ കയറി മുകളിൽ വ്യൂയിങ് ഗാലറിയിൽ പോവാം. നമ്മളിപ്പോൾ സ്റ്റാച്യുവിൻ്റെ താഴ്ഭാഗത്താണ് ഉള്ളത്. ഇവിടെ നിന്ന് നോക്കിയാൽ അറിയാൻ പറ്റും എത്ര വലുതാണ് ഈ സ്റ്റാച്യു എന്ന്. കാൽപാദത്തിൻ്റെ ഒക്കെ സൈസ് നോക്കി, നമ്മളൊക്കെ ചെറിയ മനുഷ്യരാണ് അതിൻ്റെ ഫ്രണ്ടിൽ, അത്ര ചെറുതാണ് നമ്മളുടെ സൈസ്. ഇത് എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഇത് നമ്മളുടെ 7 വണ്ടേഴ്സിൽ ആഡ് ചെയ്യാം. 8th വണ്ടറായിട്ട് ഇതിനെ ആഡ് ചെയ്യാൻ പറ്റും. ഇന്ന് ട്യൂസ്ഡേ ആണ്, അതുകൊണ്ട് വളരെ തിരക്കുറവാണ്. വെക്കേഷൻ കഴിഞ്ഞ ടൈമായതുകൊണ്ട് സ്കൂൾ സ്റ്റുഡൻസിൻ്റെ ഒരു കുറച്ച് തിരക്കുണ്ട്, അത്രയേ ഉള്ളൂ. ബാക്കി എല്ലാം കൊണ്ടും നമുക്ക് സമാനമായിട്ട് തന്നെ സ്റ്റാച്യു കാണാനുള്ള ടൈമും എല്ലാം തന്നെയുണ്ട്. കഴിവതും ഓൺലൈനിൽ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് വരാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ നല്ല ക്യൂ ഉണ്ടാവും. ഇത് ജേർണി ഫ്രം സാധു ഹിൽ ടു വേൾഡ്സ് ടോളസ്റ്റ് സ്റ്റാച്യു, അതായത് സ്റ്റാച്യു നിർമ്മിച്ചതിൻ്റെ ഫുൾ ഒരു ഇമേജാണിത്. നമ്മുടെ വേൾഡിലുള്ള സ്റ്റാച്യുകളുടെ ഒരു ചെറിയൊരു ഇതാണ്. ഏറ്റവും ഹയസ്റ്റ് ടോളസ്റ്റ് സ്റ്റാച്യു നമ്മുടെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി തന്നെയാണ്, 182 meters. ദെൻ സ്പ്രിംഗ് ടെമ്പിൾ ബുദ്ധ ചൈനയിലാണ് 153. ദെൻ ഡൈബുട്സു ജപ്പാനിൽ 120 meter. പിന്നെയാണ് നമ്മുടെ സ്റ്റാച്യു ഓഫ് ലിബർട്ടി വരുന്നത് 93 meter. അത് കഴിഞ്ഞ് മദർലാൻഡ് കോൾസ് റഷ്യ 85 meter. അത് കഴിഞ്ഞ് ക്രൈസ്റ്റ് ഓഫ് റിഡീമർ ബ്രസീൽ 38 meter. നമ്മുടെ ഒരു അഭിമാനം തന്നെയാണ് ഏറ്റവും ഹയസ്റ്റ് സ്റ്റാച്യു നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉള്ളത്. അപ്പോൾ നമ്മൾ ലിഫ്റ്റിന് വേണ്ടി വെയിറ്റിങ്ങിലാണ്. എക്സ്പ്രസ് എൻട്രി ടിക്കറ്റ് എടുത്താൽ ഇതെല്ലാം ഒരു ബെനിഫിറ്റ് ഉണ്ട്, നമുക്ക് ഒരു ക്യൂ നിൽക്കണ്ട, അല്ലെങ്കിൽ നല്ല ക്യൂ ഉണ്ടാവും എൻട്രിക്ക്. ഇത് ക്യൂ ഒന്നുമില്ല, ഈസി ആയിട്ട് തന്നെ ലിഫ്റ്റ് ആക്സസ് ചെയ്യാൻ പറ്റും. ആൻഡ് വ്യൂയിങ് ഗാലറിയിൽ പോകാനും പറ്റും. ലിഫ്റ്റ് ഇങ്ങനെ മുകളിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ വ്യൂയിങ് ഗാലറിയിൽ എത്തിക്കഴിഞ്ഞു. ഇതാണ് വ്യൂയിങ് ഗാലറി. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് നേരെ സർദാർ സരോവർ ഡാമും നർമ്മദ റിവറുമാണ് കാണാൻ പറ്റുന്നത്. ഇത് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ഹൃദയഭാഗത്തായിട്ടാണ് ഈ വ്യൂയിങ് ഗാലറി വരുന്നത്. ഞാൻ മൊബൈൽ കഴിവതും സൂം ചെയ്തിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അവിടെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്ന് എഴുതിയിട്ടുണ്ട്, നർമ്മദ റിവറാണ്. പിന്നെ നമ്മൾ വന്ന് ഇറങ്ങിയ ബസ് സ്റ്റോപ്പാണിത്. ബസ്സാണ് അവിടെ കിടക്കുന്നത്, ചെറിയ തീപ്പെട്ടിക്കൂട് പോലെ കാണുന്നത് ബസ്സുകളാണ്. അവിടുന്ന് നമ്മൾ നടന്നാണ് ഇങ്ങോട്ട് വന്നത്. വളരെ ഭംഗിയായ കാഴ്ചയാണ്. ഇവിടെ ഫുള്ളും ഡാം, മഞ്ഞ് കാരണം അത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല. ഇതാണ് നമ്മൾ നടന്നു വന്ന വഴി. ഇതാണ് ഫുൾ ഇൻറ്റീരിയർ വർക്ക്, നമുക്ക് കാണാൻ പറ്റും. ഫുള്ളും
ആക്ച്വലി സർദാർ വല്ലഭായ് പട്ടേൽജിയുടെ ഹൃദയഭാഗത്താണ് വ്യൂയിങ് ഗാലറി വരുന്നത്. ഇതാണ് വ്യൂയിങ് ഗാലറി. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്നാണ് നമ്മൾ കാണുന്നത് സർദാർ സരോവർ ഡാം. ഇതാണ് അകത്തെ സെക്ഷൻ. ഫുൾ എല്ലാ ബീമുകളുമാണ്. ഇത് സ്റ്റാച്യുവിൻ്റെ താഴെയുള്ള മ്യൂസിയം ആണ്. ഇതിൽ ചെറിയൊരു മിനി തിയേറ്റർ ഉണ്ട്. അതൊരു 10 മിനിറ്റ്സിൻ്റെ ഒരു ഷോ ഉണ്ട്. സ്റ്റാച്യു കൺസ്ട്രക്ഷൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിൽ ഫുൾ സ്റ്റാച്യു ആയ വരെ ഒരു 10 മിനിറ്റ്സിൻ്റെ ഷോ, ഒരു ചെറിയൊരു ഫിലിം പോലെ അതുണ്ട്. പിന്നെ സ്റ്റാച്യുവിൻ്റെ ബിഹൈൻഡ് ദ സീൻസ് എന്തൊക്കെയായിരുന്നു, അത് ഉണ്ടാകാനുള്ള കാരണം, അതിൻ്റെ സ്റ്റോറി, ആരൊക്കെയാണ് ഇതിൻ്റെ ബാക്കിലുള്ളത്, അതൊക്കെ. പിന്നെ ഈ കേവാഡിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഫോറസ്റ്റ് ആയിരുന്നു. ആ ഫോറസ്റ്റിലുള്ള ആനിമൽസിൻ്റെ ചെറിയൊരു ഡോക്യുമെൻ്ററി പോലെ, ഒരു ചെറിയ എഡ്യൂക്കേഷണൽ, പിള്ളേർക്ക് വേണ്ടിയാണ് ഇത് മെയിനായിട്ടും. ഇതൊക്കെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അവിടുത്തെ ബേർഡ്സിൻ്റെ കാര്യങ്ങൾ, ആനിമൽസിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെയുണ്ട്. The Shulpameshwar Wildlife Sanctuary teems with life of the feathered kind, intoxicating one with their myriad colors and melodies, offering a rich and rare diversity of bird life. The Indian grey hornbill is commonly found nesting with its mate. During courtship, the males and females grapple with each other. The full viewing gallery ക്യൂ ആണ്. ഇത് അവോയ്ഡ് ചെയ്യാനാണ് എക്സ്പ്രസ് എൻട്രി ടിക്കറ്റ് എടുക്കുന്നത് ഏറ്റവും ബെസ്റ്റ് ഇവിടെ വരുന്നതിന്. ഇതൊരു മേക്ക് എ പ്ലെഡ്ജ്, നമ്മുടെ നേഷന് വേണ്ടി ഒരു പ്ലെഡ്ജ് ഉണ്ടാക്കാനുള്ളതാണ്. നമ്മുടെ പേര്, വയസ്സ്, ദെൻ നമ്മൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് കൊടുക്കുക. അവിടെ ഓൾറെഡി പ്ലെഡ്ജസ് ഉണ്ടാവും. അത് നമ്മൾ സെലക്ട് ചെയ്യുക. ഉടൻ തന്നെ ആ സ്ക്രീനിലോട്ട് അത് വരുന്നതാണ്. ഇതൊക്കെ കുട്ടികൾക്ക് വേണ്ടി ഒരു രസം, ഒരു ടൈം പാസ് പരിപാടിയാണ്. നമ്മൾ പ്ലെഡ്ജ് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേരോടുകൂടി ഒരു സ്ക്രീനിൽ ഈ പ്ലെഡ്ജ് കാണിക്കും. ഇത് മോദിജിയുടെ ഒരു ഫീഡ്ബാക്കാണ് ഈ സ്റ്റാച്യുവിൻ്റെ ഇതിൽ. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സൈനും ഉണ്ട്. ഇതാണ് വാൾ ഓഫ് യൂണിറ്റി. ഇന്ത്യയുടെ പല പല ഗ്രാമങ്ങളിൽ നിന്ന്, അതായത് ഓൾമോസ്റ്റ് എല്ലാ സ്റ്റേറ്റ്സിൽ നിന്ന് തന്നെ പറയാൻ പറ്റും, അവിടെ നിന്ന് മണ്ണ് ശേഖരിച്ചാണ് ഈ വാൾ പണിതിരിക്കുന്നത്. ഇവിടെ എല്ലാ ഭാഷകളിലും എഴുതിയും വെച്ചിട്ടുണ്ട്. വൺ ഇന്ത്യ, ഗ്രേറ്റ് ഇന്ത്യ, ഒരൊറ്റ ഭാരതം, ശ്രേഷ്ഠ ഭാരതം എന്ന് എഴുതിയും വെച്ചിട്ടുണ്ട്. എല്ലാ ഭാഷകളിലും തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത്. ബാക്കി ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയേണ്ടവർക്ക് ഈ വീഡിയോ പോസ് ചെയ്തിട്ട് ഇത് ഫുൾ വായിച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ ഇവിടം കൊണ്ട് നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ബാക്കി കാഴ്ചകളൊക്കെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്